മുണ്ടക്കയിലെ ആ വലിയ ദുരന്തത്തിന് ഒക്കെ നമ്മളിപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ചൂരൽമലയിലെ വെള്ളാർമല സ്കൂൾ പൂർണ്ണമായിട്ടും ഒലിച്ചു പോയതും നമ്മൾ കണ്ടു. പക്ഷേ അതിന് മുകളിൽ മുണ്ടക്കയിലെ LP സ്കൂൾ ഉണ്ടായിരുന്നു. ആ LP സ്കൂളിലെ ടീച്ചർമാരാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. മേഴ്സി ടീച്ചറാണ് അതിൻ്റെ ഹെഡ് മിസ്ട്രസ്. ടീച്ചർ കുറച്ച് നാൾ ആയിട്ടുള്ളൂ അല്ലേ ഇവിടെ വന്നിട്ട്? ഞാനൊരു 1.5 മാസമായിട്ടുള്ളൂ. ജൂൺ 13 ജോയിൻ ചെയ്തത്. ഒന്ന് പരിചയപ്പെട്ടൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാൾ കൂടുതലായിട്ട് 2 വർഷം നിന്ന് ടീച്ചേഴ്സാണ് ഇവർ. ആ കുട്ടികളും അവിടുത്തെ നാടും എല്ലാം ഞാൻ എൻ്റേതാക്കി മാറ്റുക തന്നെയായിരുന്നു. അശ്വ ടീച്ചറാണ് അവിടെ 2.5 കൊല്ലമായി. അശ്വ ടീച്ചറെ ഇവിടുത്തെ ഓരോ കുട്ടിയെയും ടീച്ചർക്ക് അറിയാം. 74 കുട്ടികളായിരുന്നു അല്ലേ? 73 കുട്ടികൾ. അതിൽ നമ്മളെ 11 മക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മിസ്സിംഗ് ആണ്. ബാക്കി എല്ലാ കുട്ടികളെയും നമ്മൾ കോൺടാക്ട് ചെയ്തു. ബാക്കി എല്ലാവരെയും കോൺടാക്ട് ചെയ്തു. നമുക്ക് അറിയാം അവിടെ മഴ പെയ്ത് തുടങ്ങിയാൽ നമുക്കിവിടെ കൽപ്പറ്റയാണ് എൻ്റെ വീട്. നമുക്ക് ഇവിടെ ഇരിക്കാനും സമാധാനമില്ല. അന്ന് രാത്രി വരെ ഞങ്ങൾ രക്ഷിതാക്കളെയൊക്കെ വിളിച്ച് ടീച്ചറെ ഞങ്ങളൊക്കെ സേഫാണ് എന്ന് പറഞ്ഞ ഞങ്ങളെ മക്കളാണ് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഇല്ലാന്ന് ഞങ്ങൾ അറിയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇവിടെ മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കും. മാറണേ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ സേഫാണ് എന്നാണ് അവർ പറയുന്നത്. ഇത്രയും വലിയൊരു ദുരന്തത്തിന് ഞങ്ങളെ പ്രിയപ്പെട്ട നാട് ഇരയാവുന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. ഞാൻ 2ാം ക്ലാസ്സിലായിരുന്നു. പിന്നെ അവിടെ ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ 4ലേക്കായി. ഞാൻ ഈ 2ൽ പഠിപ്പിച്ച മക്കളാണ് 4ലിപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ GLP മേപ്പാടിക്ക് ട്രാൻസ്ഫറായി മാറിയിട്ട്. ഈ 4ാം ക്ലാസ്സിലുള്ള 12 മക്കളിൽ 7 പേരും പോയി. 5 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളെ സ്കൂളിൽ എന്ന് വെച്ചാൽ ഞങ്ങളെ വീട് പോലെയായിരുന്നു. അവിടുത്തെ നാട്ടുകാർ നമുക്ക് കൂടെ പുറപ്പിന് തുല്യമായിരുന്നു. നമ്മളെ മക്കൾ എന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു. ഒരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ പോലും അവർക്ക് എന്താ പറയുക, നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാതെ പോവാത്ത മക്കൾ. ഒരു ദിവസം ലീവായിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യുന്ന ടീച്ചറെ എന്ന് വിളിച്ച് ചോദിക്കുന്ന മക്കളാണ് നമുക്ക്. ഇവിടെ ഓരോ ബോഡി വരുമ്പോഴും നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത്. അപ്പോഴുള്ള ആ ഒരു അവസ്ഥ ഒരു അധ്യാപകർക്ക് ഇങ്ങനെയൊന്നും വരുത്തില്ലേ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം പാറി പറന്ന് നടന്ന മക്കളെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. മനസ്സൊക്കെ മരവിച്ചു സത്യം പറഞ്ഞാൽ. എൻ്റെ അമ്മ 2ാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു. എനിക്ക് മറ്റാരേക്കാളും മനസ്സിലാവും ഇവരുടെയൊക്കെ വിഷമം. നമ്മുടെയൊക്കെ മക്കൾ 10-15 വയസ്സ് വരെ അച്ഛനമ്മമാരെക്കാളും കൂടുതൽ പരിചയപ്പെടുന്നത് ഇവരുടെ അടുത്താണ്. എല്ലാം മറികടക്കാൻ ഈശ്വരൻ ഇവർക്കും കരുത്ത് കൊടുക്കട്ടെ.